കുട്ടി എൻ്റെ കയ്യിലിരിക്കാലാണ് എൻ്റെ ഷോൾഡറിൽ ഇടിച്ച്. മീൻസ് ഇങ്ങനെ കുത്തി അടിക്കണേ. അപ്പം എൻ്റെ മോൻ അലറി. എന്നിട്ട് പോലും നിർത്തിയില്ല. ഒരു മോനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തല്ലൂല. മെഹനാസിന്റെ അരികിൽ നിന്ന് പോയതിനു ശേഷം ഈ പറയുന്ന എക്സ് ഹസ്ബൻഡിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു? മെഹനാസിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ അറിഞ്ഞപ്പോൾ മെഹനാസ് നല്ല പോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. ലഹരി കച്ചവടമടക്കം നടത്തിയിരുന്ന, കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള കച്ചവടങ്ങളിൽ ഇൻവോൾവ് ആയിരുന്ന ഒരാളാണ് മെഹനാസ്. കുറെ കുടിക്കും ആള്. ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ചു വെക്കും. എന്താ കണ്ടെന്താ? ഒരു പൊടി, ഒരു ആഷ് കളറ്, കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല അങ്ങനത്തെ എന്തോ. ക്രൂരമായി തല്ലിയ ദിവസം ഏതായിരുന്നു? പഠനക്കാട്. സോ നിങ്ങൾ നേരിട്ടതുപോലെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അന്ന് രാത്രി റിഫ നേരിട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ, റിഫയുടെ കുടുംബം പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ചോടിയല്ല, സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എഴുതി നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമാണ് പോണേ എന്ന് പറഞ്ഞൊക്കെ എഴുതി. ഞങ്ങളുടെ നാട്ടിലെ അതിനൊക്കെ പറയാറ് ഒളിച്ചോട്ടൊന്നും. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഏറെ വിവാദം സൃഷ്ടിച്ച റിഫ കേസിലെ മെഹനാസ് എന്ന് പറയുന്ന പ്രതിയെ രണ്ടാമത് കല്യാണം കഴിച്ച, അല്ലെങ്കിൽ അയാളെ സ്വീകരിച്ച ഒരു പെൺകുട്ടിയാണ് സഫ. സഫയെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഇങ്ങനെ അല്ലാതെ മറ്റൊരു രീതിയിൽ സഫയെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ സഫ ഞാൻ പറയേണ്ടത്? സഫ, എൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഏറെ വിവാദം സൃഷ്ടിച്ച എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും അറിയുന്ന ഒരു കേസിലെ വലിയൊരു കുറ്റവാളി സ്വന്തം ഭാര്യയുടെ തല പിടിച്ച് കട്ടിലിൻ്റെ സൈഡിലേക്ക് അടിക്കുകയും ആണിനെ തല്ലുന്നത് പോലെ തല്ലുന്ന ഒരാളാണെന്ന് റിഫ പറഞ്ഞ വോയിസ് ക്ലിപ്പുകൾ അടക്കം മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്ത് വന്നിട്ടും നിങ്ങൾ എങ്ങനെ മെഹനാസിനെ സ്വീകരിച്ചു? ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒന്നും ആദ്യമേ കണ്ടിട്ടില്ല. റിഫ മരിച്ചത് ഞാൻ ടി വിയിൽ കണ്ടെന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണാൻ ഇതുവരെ പോയിട്ടില്ല. അതിനുശേഷം റിഫ മരിച്ച ഒരു കൊല്ലത്തിനൊക്കെ ശേഷമാണ് ഞാൻ മാനുവിനെ ആലുവ വെച്ച് കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരു ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട്സായി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മാനു പറഞ്ഞു തരുന്നത്. അപ്പോഴൊന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാനു സങ്കടം പറയും. എനിക്കൊരു സഹതാപം തോന്നി, വിഷമം തോന്നി. റിഫയുടെ കാര്യങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തോന്നിയത്. ആദ്യം നോർമലി ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം മാനു എന്നെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചു അതെന്താ, എന്നെ കാരണം ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ച സമയത്ത് മാനു പറഞ്ഞത്, നിൻ്റെ കോസ്റ്റ്യൂമും നിൻ്റെ നടപ്പും നിൻ്റെ സ്മാർട്ട്നെസ്സും എനിക്ക് റിഫാനെ പോലെ തോന്നി എന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞാൻ അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല, കാരണം എനിക്കറിയാം വീട്ടിൽ സമ്മതിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ പതിയെ എന്തോ കെയർ ചെയ്യണ പോലെ തോന്നി. ആ സമയത്ത് എനിക്ക് കെയറിങ് ആവശ്യമായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രിയാ ലേറ്റ് ആയിട്ട് അല്ല ചാറ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിലൂടെ. ആദ്യം നമ്മൾ നേരിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നോർമലി നമ്പർ ഷെയർ ചെയ്ത് വിളിക്കും. എന്നെ വിളിച്ചിട്ടൊക്കെയാണ് സമാധാനിപ്പിക്കാറ് ആദ്യമൊക്കെ. മീൻസ് എനിക്ക് കെയറിങ് തരും. ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രിയൊക്കെ ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുമ്പോഴൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെത്തിയാൽ പറയണം. ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ആവശ്യമുള്ളതും അതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിലേക്കൊന്ന് ചാഞ്ഞത്. അല്ല, ഇതില് നിങ്ങൾ ബന്ധപ്പെട്ടത്, മെഹനാസിനെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണെന്ന്? അല്ല, പിന്നെ എങ്ങനെയാ പരിചയപ്പെട്ടത്? ആലുവയിൽ വെച്ചിട്ട്. ഞാൻ അവിടെ പഠിക്കായിരുന്നു ഫാഷൻ ഡിസൈനിങ്, ഞാൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനു ഷൂട്ടിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്ന് അങ്ങനെയാണ് ഞാൻ ആലുവയിൽ നിന്ന് കാണുന്നത്. ആലുവയിൽ നിന്ന് കണ്ടു. അതിനു മുമ്പ് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ല? മരിച്ച സമയത്ത് ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അല്ലാതെ ഇവരെ ഇൻഫ്ലുവൻസേഴ്സിന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, ഈ പിന്നീട് അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണോ? ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണോ? അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം സജീവമായി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവളുടെ ശബ്ദ സന്ദേശം അടക്കം കണ്ടില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം വിശ്വസിക്കാനാവും? അതെ, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ യൂട്യൂബിലാണെങ്കിലും അങ്ങനെ ഇങ്ങനത്തെ വിവാദമൊന്നും നോക്കാൻ പോവാത്തൊരു വ്യക്തിയാണ്. ഞാൻ അതൊന്നും നോക്കാറൊന്നുമില്ല. ഇപ്പം മാനു പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയുള്ളൂ, വേറെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ വിവാദങ്ങളൊന്നും നോക്കില്ല എന്ന് പറയുന്ന സഫ മെഹനാസിനെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സൃഷ്ടിച്ചതൊക്കെ വിവാദങ്ങളും കോൺട്രവേഴ്സീസുമാണ്. അതങ്ങനെ അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാകും?
അത് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. കേസുള്ളത് പോലെ എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇല്ല ഇല്ല. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഒരു ആൽബം ഫീൽഡിൽ ഒരു സെറ്റിൽ വെച്ചാണ് നിങ്ങൾ കണ്ടതെന്ന് പറയുന്നത്. ഷൂട്ടിൽ സെറ്റിൽ വെച്ചല്ല, ആലുവയിൽ വെച്ച്. ആലുവയിൽ ഞാൻ ആലുവയിൽ പഠിക്കായിരുന്നു. അപ്പൊ മേനോടെ വർക്കിന്റെ ആവശ്യത്തിന് ആലുവയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ജ്യൂസ് ഷോപ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് മീറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളത്. നോർമലി ടോക്കായിരുന്നു. അങ്ങനെ ടോക്ക് ചെയ്തിട്ടാണ്. കണ്ടതാണോ മീറ്റ് ചെയ്തതാണോ? കണ്ടത്. രണ്ടുപേരും കണ്ടത്. ഈ രണ്ടിടത്തും കണ്ടു. കണ്ട. എന്നെ വാച്ച് ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് മേന പറഞ്ഞത്. മീൻസ് എന്റെ കോസ്റ്റ്യൂം അവളെ പോലെ തോന്നി, ഞാൻ നടക്കുന്ന ടൈപ്പ്, ഞാൻ സ്മാർട്ട്നെസ് പോലെ നടക്കുന്നതൊക്കെ അവളെ പോലെ തോന്നി എന്ന് മേനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണോ എൻ്റെ അടുത്ത് നോക്കി മിണ്ടിയോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുമായി നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സഹോദരിമാർ, അവർക്ക് റിഫയെ കുറിച്ച് അറിയില്ലേ? അറിയാം. അപ്പൊ അവര് ഉമ്മച്ചിക്കൊക്കെ അറിയാം, വാപ്സിക്ക് അറിയില്ല. ഉമ്മച്ചിക്ക് അറിയായിരുന്നു. ഉമ്മച്ചിക്ക് അറിയാം. സഹോദരിമാർക്ക് അറിയില്ലേ? സഹോദരിമാരെ ഇളയവള് കാണാറുണ്ടെന്ന് തോന്നുന്നു, ഇളയ അനിയത്തി. സ്വാഭാവികമായിട്ട് അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ മെഹനാസിനെ സ്വീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരൊരു എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അവര് പറഞ്ഞ എതിർപ്പ് എന്തായിരുന്നു? അവര് പറഞ്ഞ് മരിച്ച മീൻസ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചൊരു വ്യക്തിയാണല്ലോ, അപ്പൊ ഒന്നും അറിയാതെ നീ മേനുവിനെ കെട്ടുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും നിനക്ക് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മീൻസ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയും നീ എന്നെ പേടിപ്പിക്കോള്. മീൻസ് മരിച്ച ഒരു വ്യക്തിയുടെ ഭർത്താവല്ലേ, നീ ഒന്ന് സൂക്ഷിക്കണം, മരിച്ച ഒരാളുടെ ഭർത്താവാണ്, ഒരു കുട്ടിയുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എതിർപ്പ് എന്ന് പറയാനായിട്ട് അനീത്തിമാരെ എതിർപ്പൊന്നുമില്ല. ഉമ്മച്ചിക്ക് താല്പര്യം ഉണ്ടായില്ല. സത്യത്തിൽ നിങ്ങളുടേത് കല്യാണം തന്നെ ആയിരുന്നു? നിക്കാഹ് കഴിപ്പിച്ചു. നിക്കാഹ് കഴിപ്പിക്കുക തന്നെ ആയിരുന്നു. അതിനു മുൻപ് മെഹനാസിന്റെ കൂടെ നിങ്ങൾ താമസിച്ചിരുന്നില്ലേ? മുന്നേ താമസിച്ചെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിൽ വന്ന് ചോദിച്ചു. വാപ്ചി ആദ്യം സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ കാസർഗോഡേക്ക് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വാപ്ചി വന്നിട്ട് നിക്കാഹ് കഴിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നില്ലേ? അതെ. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്? നിങ്ങളുടെ ഈ കേസിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആദ്യം വിവാഹം കഴിച്ചില്ല എന്നും നിങ്ങൾ ഒളിച്ചോടി പോയതാണെന്നും നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ പോയി? ഒളിച്ചോടിയല്ല, വാപ്ചിക്കായിട്ട് നമ്മൾ സംസാരിച്ചു. സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എഴുതി നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമാണ് പോണേ എന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ട് അങ്ങനെ വിട്ടിട്ട്. ഞങ്ങളുടെ നാട്ടിലെ അതിനൊക്കെ പറയാറ് ഒളിച്ചോട്ടൊന്നാ. ഈ സ്വന്തം കുടുംബം അറിയാതെ ഈ പറയുന്നത് പോലെ മറ്റൊരാളുടെ കൂടെ സ്വന്തം കുടുംബം അറിയാതെ ഒരാൾ പോകുന്നത്, പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ആ വിഷയം എത്തുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഒളിച്ചോട്ടം എന്നാണ്. വാപ്ചി വിട്ടില്ല, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതിയിട്ടാണ് നമ്മൾ വിട്ടത്. എന്നിട്ട് വാപ്ചി പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് നിക്കാഹ് കഴിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് വാപ്ചി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിപ്പിച്ചു. നിങ്ങൾ നേരത്തെ ഒരു കല്യാണം കഴിച്ച ഒരാളായിരുന്നു. ആ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുണ്ടായിരുന്ന സാഹചര്യത്തെ കുറിച്ച് പറയാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ സ്വകാര്യതയാണ്, താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു കല്യാണം. അത് ഞങ്ങള് ഡിവോഴ്സ് ആയതിനു ശേഷമാണെങ്കിലും ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പം എൻ്റെ എക്സ് ഹസ്ബൻഡ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് പറയിപ്പിച്ചു. അവൾ മീഡിയയിൽ, ഇപ്പം ഞാൻ മീഡിയയിലുള്ളതാണ്, അവരുടെ ഫാമിലിയെ കുറിച്ച് പറയാൻ നിൽക്കരുത് എന്ന് എൻ്റെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു. അവരെക്കുറിച്ച് പറയണ്ട, മീൻസ് അത് കഴിഞ്ഞ കാര്യം, എനിക്ക് അതിനെപ്പറ്റി പറയാനും താല്പര്യമില്ല. പക്ഷേ ഞാൻ ആവർത്തിച്ചൊരു കാര്യം പറയാം. ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ മെഹനാസ് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടു, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു. അന്ന് കേവലം ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്റ്റോറി കണ്ട് വാർത്ത ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ആ വി ആർ സെപ്പറേറ്റഡിലേക്ക് ചുഴിന്നിറങ്ങുകയും എന്തുകൊണ്ട് ഈ പറയുന്ന സഫ പോയി എന്നുള്ളത് എൻ്റെ അന്വേഷിച്ചത് നിങ്ങളുടെ എക്സ് ഹസ്ബൻഡിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മെഹനാസിൻ്റെ അരികിൽ നിന്ന് പോയതിന് ശേഷം ഈ പറയുന്ന എക്സ് ഹസ്ബൻഡിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. അയാളോട് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ കരഞ്ഞു പറഞ്ഞു, എന്നെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ മെഹന് പറഞ്ഞത് ഞാൻ ഇതുപോലെ എൻ്റെ എക്സ് ഹസ്ബൻഡിനെ ഞാനും ഉപദ്രവിക്കായിരുന്നു, ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒരു തെളിവിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനെ വിളിച്ച് റെക്കോർഡ് ചെയ്തായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഇക്കാക്കാനെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ കൈ കൊണ്ട് എപ്പോഴും നോവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അങ്ങനെ നീ എന്നെ ചെയ്തത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പുള്ളി മുന്നേ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരാളായിട്ട് കണക്ഷൻ വെച്ചപ്പോൾ നീ ഇതിലേക്ക് പോവണ്ട, നല്ലൊരു വ്യക്തിയല്ല, നീ മീഡിയയിലൊക്കെ കാണുന്നതല്ലേന്ന് എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. മെഹനാസ് എന്ന് പറയുന്നത് ഒരു ഭീകരമായൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒന്നല്ല എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളായിരുന്നു. അതാണ് എന്നെ അട്രാക്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഈ കെയറേട്ടന്മാരെ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇൻസ്റ്റയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ
മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളന്മാരാണ് അവരുടെ സ്വർഗം. ഞാൻ നോർമലി ഇൻസ്റ്റ യൂസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഇടും, റീൽസ് ഇടും, കമന്റ് വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ വർക്കും ക്ലാസ് ഒക്കെ ആയിട്ട് ടൈമില്ല. രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചക്ക് പിന്നെ വർക്കിന് പോകും, രാത്രി വീട്ടിൽ കയറി വരും. അതിനുള്ള ടൈമേ ഉള്ളൂ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ. പിന്നെ വീഡിയോസും പോസ്റ്റൊക്കെ ഇടും, അത്ര തന്നെ. ഓക്കെ, നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ സഫ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു പോയിന്റ് അങ്ങ് എടുക്കുകയാണ്. ഈ മെഹനാസിന്റെ ജീവിതത്തിലേക്ക് പോകുന്നു. പിന്നീട് സഫയുടെ കുടുംബം ഇത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു നിക്കാഹ് കഴിക്കുന്നു, അയാളെ ഭർത്താവായി സ്വീകരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോഴും പലയിടങ്ങളിലും എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു. കാരണങ്ങളില്ലാതെ എന്നെ ആക്രമിക്കുക, ഞാനതിന് മറുപടി തരുമ്പോൾ നിങ്ങൾ ഇരകളാണെന്ന് ചിത്രീകരിക്കുക. ഇതൊക്കെ ഒരു പ്ലാനഡ് ആയിരുന്നോ? ഫസ്റ്റ് മേനു എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചായിരുന്നു എനിക്കെതിരെ. മീൻസ് ഞാൻ ഫസ്റ്റ് മാസ്ക് ഇട്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ, മാനുവിനെ എന്തിനു കുട്ടിയിൽ നിന്ന് അകറ്റുന്നു, അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോസാണ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ലൈഫും കാര്യങ്ങളൊന്നും അറിയൂല. പിന്നെ പൊതുവെ ഇങ്ങനെ പോകും തോറും കാതർക്ക് ഇടുന്ന വീഡിയോസ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടത് കാതർക്ക് വീഡിയോ ചെയ്തിട്ടപ്പം എനിക്കറിയാം നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാതർക്കിട, ഒന്നും അന്വേഷിക്കാണ്ട് ഇടൂലെന്ന് എനിക്ക് നല്ലോണം അറിയാം. എങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ഉണ്ട്, നമ്മൾ ആരും അറിയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അത്ര പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ രണ്ടാമത് വീട്ടിൽ ചെന്നിട്ട് പോലും നമ്മൾ വീഡിയോ ഇട്ടിരുന്നത്. നമ്മ തമ്മിലൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്നത്. അല്ല, ഈ വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് മാനാസ് സ്റ്റോറി ഇട്ട ആ ഒരു സംഭവം അത് എന്തായിരുന്നു ആക്ച്വലി? അങ്ങനെ ഒരു പോവാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്തായിരുന്നു? അന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ തല്ലുടത്തുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. അതിന് പിറ്റേ ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ വി ആർ സെപ്പറേറ്റ് എന്ന് ഇട്ടത് എന്തോ ഒരു തല്ലുപിടുത്തത്തിൻ്റെ പേരിലാണ്. എന്തോ ഒരു തല്ലുപിടുത്തം എന്ന് പറഞ്ഞ് നിസ്സാരമാക്കാൻ മീൻസ് ഒരുപാട് തല്ലുപിടുത്തം നടക്കണോണ്ട് എന്തിൻ്റെ പേരിലാന്ന് ഓർമ്മ കിട്ടില്ല. ഒരുപാട് തല്ലുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് സഫയെ ഇങ്ങനൊരു അഭിമുഖം നടത്താൻ ഞാൻ സഫയെ വിളിച്ചത് സഫയുടെ അല്ലെങ്കിൽ ഈ മാനാസ് പറഞ്ഞതുപോലെയുള്ള ഒരു ഒളിച്ചോട്ട മഞ്ഞക്കഥയിലേക്ക് വരാനല്ല എന്നത് ഞാൻ ആവർത്തിച്ച് പറയാണ്. എനിക്കറിയേണ്ടത് അന്ന് രാത്രി റിഫക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സഫക്ക് അറിയുമോ അറിയില്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അന്ന് രാത്രി റിഫ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി അവരോടൊപ്പം നല്ല ഹാപ്പിയായി ഭക്ഷണം കഴിച്ച് സന്തോഷവതിയായി മെഹനാസുള്ള മുറിക്കകത്തേക്ക് എത്തുന്നു. താഴെ നിന്ന് മെഹനാസിനെ കോണ്ടാക്ട് ചെയ്യുന്നു, മെഹനാസിനെ വിളിക്കുന്നു, റൂമിലേക്ക് കയറുന്ന റിഫ. അതുവരെ റിഫ സന്തോഷവതിയായിരുന്നു. ഈ മെഹനാസിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ അറിഞ്ഞപ്പോൾ മെഹനാസ് നല്ല പോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതായത് നോർമൽ ലഹരിയല്ല, മറിച്ച് ലഹരി കച്ചവടമടക്കം നടത്തിയിരുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള കച്ചവടങ്ങളിൽ ഇൻവോൾവ് ആയിരുന്ന ഒരാളാണ് മെഹനാസ്. ഇപ്പോൾ ലഹരിയുമായിട്ട് കൃത്യമായി നിൽക്കുന്ന ഒരാൾ, അയാൾ ലഹരി ഉപയോഗിക്കാറില്ലേ രാത്രി കാലങ്ങളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. രാത്രി ഈ സമയങ്ങളിൽ നമ്മൾ മാറി മാറിയാണ് കിടക്കാറ്. ഞാനും കുട്ടി ഒറ്റയ്ക്ക് റൂമിൽ. മേനു ഇപ്പോൾ ഊബർ ഓടിച്ച് രാത്രി വരുന്നുണ്ടെങ്കിൽ തന്നെ മേനു ഹോളിലാണ് കിടക്കാറ്. കാരണം കുട്ടി എണീക്കും, മേനു രാത്രി ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ എണീക്കണോണ്ട് ഞങ്ങൾ മാറി മാറിയാണ് കിടക്കാറ്. അതുകൊണ്ട് രാത്രിയത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഫോണിൽ നോക്കിയിരിക്കാറുണ്ട് ഒരു സമയം വരെ. നല്ല ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങാറ് സത്യം പറയും. ഇയാൾ ലഹരി ഉപയോഗിക്കും. കള്ളു കുടിക്കാറുണ്ടോ മെഹനാസ്? കുടിക്കാറുണ്ടോ വെച്ചാൽ കുടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും ടെൻഷൻ വരുമ്പോൾ. അപ്പം ഇടയ്ക്ക് ഞാൻ സമ്മതിക്കും, ഓക്കെ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ചോദിക്കാതെ എങ്ങനെ ചെയ്യുന്നതാണ് അർത്ഥം? കുറെ കുടിക്കുമോ ആള്? ഈ ടോയ്ലറ്റിലൊക്കെ ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ മീൻസ് ഒരു ഈ കുപ്പിയില്ലേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ബോട്ടിലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ, ആ ഒരു സാധനത്തിൽ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും ആ ഒരു കുപ്പി. ഞാനപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു വിടുമ്പോഴാണ് ഈ ബാക്കിൽ കൂടെ മീൻസ് കുപ്പി ഒലിച്ചു പോകും. അപ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് ഞാനത് കണ്ടാലും ഞാൻ മിണ്ടാറില്ല. മീൻസ് അതെനിക്കിപ്പോൾ ശീലമായിപ്പോയി. ഒരുപാട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടാ. ഇപ്പം ഞാൻ മാനുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും അവിടെ നിന്ന് കുടിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗർഭിണിയായപ്പോൾ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്മെല്ല് പറ്റുന്നില്ല എന്ന്. പക്ഷെ അപ്പോഴൊക്കെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അത് കണ്ടാലും ഞാൻ വിടാറാണ്. എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിലായിപ്പോയി ഞാൻ കുറേ ശേഷം. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് അയാൾ? ഉപയോഗിക്കാറുണ്ട്. എനിക്ക് സത്യം പറയും ഈ ഒരു ഐറ്റംസ് അറിയില്ല. ഈ കൂൾ ഉപയോഗിക്കും. അത് തന്നെ ഞാൻ മാരേജ് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴാണ് മാൻ യൂസ് ആക്കുന്നുണ്ടെന്ന് കാണും തന്നെ. ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല.
ഫസ്റ്റ് ഇതിനെ ഒരു വേറൊരു പേരിലാണ് യൂസ് ചെയ്യാറ്. ആർക്കെങ്കിലും വിളിക്കുമ്പോഴൊക്കെ ഇതുണ്ടോ എന്ന് ചോദിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ അറിയില്ല. കുറച്ച് പൊടി പോലെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ചീത്ത പറയാറ്. ഒരു വട്ടം ഞാൻ ഇതുപോലെ എന്തോ കണ്ടിട്ട് ഞാൻ കളഞ്ഞു. ഞാൻ ഒരു പൊടി, ഒരു ആഷ് കളറ്, കുറച്ച് മീൻസ് ഈ പൊടിച്ചിടണ ഒരു ഇല അങ്ങനത്തെ എന്തോ ഒരു സാധനം ഞാൻ ഒരു പാക്കറ്റ് പോലെ കണ്ട സമയത്ത് ഞാൻ എടുത്ത് കളഞ്ഞു. ഞാൻ ടെറസിലേക്ക് എടുത്ത് കളഞ്ഞ സമയത്ത് എന്നെ ചീത്ത പറഞ്ഞു. അതെന്റെ അല്ല, അതെന്റെ ഫ്രണ്ടിന്റെ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത് കണ്ടാലും ഇതൊന്നും എനിക്കറിയൂല. എനിക്ക് ഈ കുപ്പി അറിയും, ഇപ്പൊ കൂളറിയും എന്നല്ലാണ്ട് സിഗരറ്റ് അറിയും എന്നല്ലാണ്ട് ഈ ഒരു ഐറ്റംസ് അതുപോലത്തെ ഒരു ആഷ് കളർ ഒരു അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കഞ്ചാവാണോ എന്ന് ചോദിച്ചത്. അറിയില്ല. ഇപ്പൊ ഇത്തരം ഇയാൾക്ക് ഇങ്ങനെ ഒരു ലഹരി ഇപ്പൊ മദ്യപിച്ചാൽ തന്നെ അയാൾ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ അടിക്കുമായിരുന്നോ? അടിക്കാറുണ്ട്. ആ സമയത്ത് കുടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അല്ല, ഈ മദ്യപിച്ച സമയങ്ങളിൽ വീട്ടിൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നില്ല. അല്ല, ഈ മദ്യപിച്ചോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ നിങ്ങളെ ഈ ആക്രമിക്കുന്ന സ്വഭാവം വളരെ ക്രൂരമായിരുന്നോ? എങ്ങനെയാണ് അയാളെ ആക്രമിക്കല്? നമ്മൾ ഈ ബോയ്സിനെ ഇടിക്കുമ്പോൾ ബോയ്സിന്റെ അടുത്ത് നടക്കൂല മാനുവിന്റെ പരിപാടി, അതൊരു കാര്യം. അങ്ങനെയാണ് ഇടിക്കണം. നമുക്ക് നമ്മളൊരു സ്നേഹിക്കുന്ന ആളെ നമുക്ക് അങ്ങനെ തല്ലാൻ പറ്റൂല. മാനുവിനെ ഇടിക്കണ സമയത്ത് എന്തോ ഒരു പ്രഷർ കയറും. അത് മാനുവിൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തല്ലുമ്പോൾ ഞാനല്ല തല്ലുന്നതെന്ന്. മാനു എൻ്റെ അടുത്ത് ഈ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്. ഞാൻ തല്ലുമ്പോൾ ഞാനല്ല തല്ലുന്നത്, അത് എൻ്റെ ശരീരത്തെ എന്തോ ഒരു പ്രഷർ കയറും. ആ സമയത്ത് ഞാൻ സൗണ്ട് ആക്കുമ്പോൾ അധികം പ്രഷറാവും. ഞാൻ തല്ലുമ്പോൾ നീ മിണ്ടാണ്ടിരുന്നാലെന്താ, നീ സൗണ്ട് ആക്കണോണ്ടല്ലേ ഞാൻ തല്ലണേ, നീ വാലിനാക്ക് എടുക്കണോണ്ടല്ലേ തല്ലണേ എന്ന് പറയും. തല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികം വേദന. തല്ലിയ ദിവസം ഏതായിരുന്നു? പഠനക്കാട്. എന്തായിരുന്നു ചെയ്തത് നിങ്ങളോട്? അത് റൂമിൽ വെച്ചിട്ട് എനിക്ക് എന്നെ അനക്കാൻ പറ്റാണ്ടാക്കിയിട്ടുണ്ട്. മുഖത്ത് ഒരു പാടായിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എന്നെ അനക്കാൻ പറ്റാണ്ട്, ഞാൻ കട്ടിൽ അനങ്ങാൻ പറ്റാണ്ട് കിടന്നു. ഞാൻ എണീക്കുമ്പോൾ പിന്നെ തല്ലിയിടും. അങ്ങനെ ഓർക്കുമ്പോൾ സങ്കടം വന്നുണ്ട്. അല്ല, അങ്ങനൊന്നും ഒരു പെണ്ണിനെ ഒരാൾ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ഈ അടുത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കുട്ടി എൻ്റെ കയ്യിലിരിക്കാലാണ് എൻ്റെ ഷോൾഡറിൽ ഇടിച്ച്, മീൻസ് ഇങ്ങനെ കുത്തി അടിക്കണേ. അപ്പം എൻ്റെ മോൻ അലറി, എന്നിട്ട് പോലും നിർത്തിയില്ല. ഒരു മോനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തല്ലൂല. ഞാൻ പക്ഷെ ആരടുത്ത് പറയാൻ പോകാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പറയാറില്ല. വീട്ടിൽ പറയുമ്പോൾ അവര് ഇല്ല വീട്ടിൽ അവർക്ക് മുന്നേ അറിയാം തല്ലണ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാത്തത്, അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിൽ പോയി. അനിയത്തിമാരാണെങ്കിലും മാനുമായിട്ട് നല്ലൊരു ബോണ്ടിൽ പോയി. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവരറിയിക്കണ്ടല്ലോ. അവർ തമ്മിലുള്ള ബോണ്ട് കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പലതും പറയാണ്ടിരിക്കണേ. എൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന, ഞാൻ ചോദിക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ അയാളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ക്രൂരതകൾ റിഫയും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ്, സഫ ഞങ്ങളോട് സഹകരിക്കണം. കാരണം അന്ന് രാത്രി സന്തോഷവതിയായ ഒരു റിഫ, നേരത്തെ മൂന്നാറിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാത്ത ഒരാൾ, ആ സംഭവങ്ങളിൽ എനിക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അന്ന് രാത്രി ആ 2 പോയിൻ്റേ അവിടെയുള്ളൂ. ഒന്ന് ജംഷാദ്, മറ്റൊന്ന് മെഹനാസ്. കയറി ചെല്ലുന്നു, ആ റൂമിനകത്തെത്തുന്നു. റിഫ റൂമിനകത്തെത്തിയിട്ട് സംസാരിക്കുന്നത് മെഹനാസിനോടാണ്. സോ നിങ്ങൾ നേരിട്ടതുപോലെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അന്ന് രാത്രി റിഫ നേരിട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? എനിക്ക് തോന്നുന്നത് അത്ര ലേറ്റായിട്ട് വരുമ്പോൾ മാനുവിന് ഓൾറെഡി ഒരു പ്രഷർ ഉണ്ടാവാം, സ്വാഭാവികം. ചിലപ്പോൾ ആ പ്രഷറിൽ അവളെ തല്ലിയിട്ടുണ്ടോ ഇല്ലയോ നടക്കാം എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ലേറ്റ് ആയി വന്നതിന് മാനുവിന് ലേറ്റ് ആയി വരുന്ന കാര്യം റിഫ മെഹനാസിനെ അറിയിക്കുന്നുണ്ട്. പറഞ്ഞത്. അതെ. അപ്പൊ ഈ ലേറ്റ് ആയി വരുന്നത്, ഇപ്പൊ സഫ മെഹനാസിനെ ലേറ്റ് ആയി വരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ വരൂ, അവള് പണിയെടുക്കുകയാണല്ലോ റിഫ. എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ പബ്ബിലോ അല്ലെങ്കിൽ ബാറിലോ പോയൊരു പെണ്ണല്ല. അവള് പോയിട്ടുള്ളത് ജോലി ചെയ്യാൻ പോയൊരു പെണ്ണാണ്. അവിടെ സ്ഥാപനത്തിൽ ഒരു കച്ചവടമൊക്കെ കിട്ടി, അതിൻ്റെ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടി ഞാൻ ലേറ്റ് ആകുമെന്ന് നേരത്തെ മേനാസിനോട് അറിയിക്കാം. പിന്നെ ലേറ്റായി വന്നു എന്നതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം? അത് മാനുവിന്റെ ക്യാരക്ടർ സ്വിച്ച് ഇട്ട പോലെ മാറുന്നത്. ആ ഒരു രീതിക്ക് ദേഷ്യം വന്നിട്ട് ചെയ്തതായിരിക്കാം, അറിയില്ല. ഇപ്പൊ എന്ത് തോന്നുന്നു? റിഫയ്ക്ക് എന്ത് സംഭവിച്ചതാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം എനിക്ക് 2 കൊല്ലമാകുമ്പോൾ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഈ ഒരു 2 കൊല്ലത്തിൽ ഞാൻ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 കൊല്ലത്തിൽ അവൾ നല്ലോണം അനുഭവിച്ചിട്ടുണ്ടാവും. ഒന്നാമത് ദുബായ് ആണ്. ഇപ്പം ഇവിടെ ഞാനുള്ളതുകൊണ്ട് എനിക്ക് ഓടിപ്പോവാം, എനിക്ക് ആരെങ്കിലും വിളിക്കാം. പക്ഷെ അവിടെ വെച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പം സഫ, ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പക്കാ ബോൺ ക്രിമിനൽ ലഹരി ഉപയോഗിക്കുന്ന, ലഹരി കച്ചവടം ചെയ്യുന്നു എന്നടക്കം ഞാൻ അറിഞ്ഞിട്ടുള്ള, തൻ്റെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപടക്കം ഒരു മോഷണ കേസിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, സ്വിച്ചിട്ടതുപോലെ മുഖം മാറി മറിയുന്ന ഒരാളാണെന്ന് നിലവിലെ ഭാര്യ പറയുന്ന ഒരാൾ, ഒരു സൈക്കോപാത്താണെന്ന് ഉറച്ച് തറപ്പിച്ച് വിശ്വസിക്കേണ്ടി വരുന്ന ഒരാൾ, അയാൾ സ്വാഭാവികമായിട്ടും റിഫയോട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. റിഫയുടെ ശബ്ദ സന്ദേശം കേട്ടിട്ടില്ലേ? ഞാനിവിടെ റിഫയുടെ ഒരു ശബ്ദ സന്ദേശം പ്ലേ ചെയ്യാം. നിങ്ങൾക്കിവിടെ റിഫയുടെ ഒരു ശബ്ദ സന്ദേശം കേൾക്കാൻ പറ്റും. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതങ്ങനല്ല, ഇത് ശരിക്കും ആണുങ്ങളെ തല്ലുന്നില്ലേ അതുപോലത്തെ തല്ലുണ്ടല്ലോ എന്നെ കൊല്ലും. അപ്പൊ എന്തെങ്കിലും ആയിപ്പോയാൽ വേറെന്താക്കും? എന്നെ സഹിക്കണ്ടേ? എന്റെ തലക്കൊക്കെ അടിയേറ്റിട്ട് അനക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ കട്ടിനോണ്ടായിട്ട് ഇടിച്ചത് ഈ തല. എന്റെ തലക്കൊക്കെ അടിയേറ്റിട്ട് അനക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ കട്ടിനോണ്ടായിട്ട് ഇടിച്ചത് ഈ തല. ഇതാണ് നിങ്ങളിപ്പോൾ കേട്ട റിഫയുടെ ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളതുപോലെ തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ എന്താണ് സഫ? ആണുങ്ങളെപ്പോലെ തല്ലുന്നു എന്നുള്ളതാണ്. അന്ന് ഞാൻ ഒരു വോയിസ് ഇട്ട് സഫക്ക് ഒരു മറുപടി തന്നിരുന്നു, ഓർമ്മയുണ്ടോ? ആണുങ്ങളെപ്പോലെ തല്ലുന്നു എന്നാണ് റിഫ പറഞ്ഞത് സഫ എന്നൊരു വീഡിയോയിലൂടെ ഞാൻ സഫക്ക് മറുപടി ആയിട്ട് പറഞ്ഞിരുന്നു. കാലം മാറി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് എന്നെ എതിർത്ത സഫ ഇന്ന് പറയുന്നു, എന്നെയും ആണുങ്ങളെപ്പോലെ തന്നെയായിരുന്നു മെഹനാസ് തല്ലിയിരുന്നത് എന്ന്. ഞങ്ങൾ പറഞ്ഞതിൽ, റിഫയുടെ കുടുംബം പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? റിഫയുടെ കുടുംബത്തെ കാണാൻ, അസാനുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്തായാലും തീർച്ചയായും. ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ നമ്മൾ കേസിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ തന്നെ മാനേൻ്റെ അടുത്ത് പറഞ്ഞു, അസാൻ അങ്ങോട്ട് പോകണ്ട, അവരുടെ അടുത്തേക്ക് പോയി മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് അസാനുവിൻ്റെ അടുത്ത് പോയായിരുന്നു. ഞാൻ മിണ്ടി എന്നിട്ട് അസാനുവിനോട് മിണ്ടി. മെഹനാസ് പറഞ്ഞത് മകൻ്റെ അടുത്ത് പോകണ്ടെന്ന്. ഈ മെഹനാസാണ് ഇത്രയും കാലം എന്നെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നായിരുന്നു, എൻ്റെ മകനെ കാണിക്കാത്തത് കാദർ കരിപ്പൊടിയാണെന്ന്. ഈ കർമ്മ, ഈ സത്യം എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും മൂടി അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. ഏത് അണക്കെട്ടിനെയും പൊട്ടിക്കാൻ പറ്റുന്ന ശക്തിയുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു കഴിവാണ് സത്യം എന്ന് പറയുന്നത്. ആ സത്യം അങ്ങനെയൊന്നും പോകില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആ സത്യത്തിനെ മറച്ചു പിടിച്ചേക്കാം, പക്ഷേ ആ അണക്കെട്ടിനെ പൊളിച്ച് സത്യം വരും. എപ്പോഴെങ്കിലും മെഹനാസ് റിഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഹനാസിന് റോൾ ഉള്ളതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ ഞാൻ കാരണം അവൾ ചെയ്തതായിരിക്കാം എന്നതെങ്കിലും. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കും, ജംഷാദ് തോണ്ടിയ കാര്യങ്ങളും അങ്ങനെ റിഫാന്റെ വോയിസിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സത്യമല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, അതൊക്കെ അവള് വെറുതെ പറഞ്ഞതായിരിക്കും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ വോയിസിലുള്ള കാര്യങ്ങൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ജംഷാദ് റിഫയെ തോണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചോദിച്ചപ്പം ജംഷാദ് റിഫാന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പോ അവര് തമ്മിൽ ഒരു റൂമിൽ 2 റൂമായിട്ട് അങ്ങാണ്ടല്ലോ, ഒരു റൂം പോലും അല്ലായിരുന്നു അത്. എന്റെ അടുത്ത് പറഞ്ഞത് ഒരു അപ്പാർട്ട്മെന്റ് നമ്മൾ 2 റൂം ഉണ്ടാവുമല്ലോ ഒരു ഹോളിൽ, അതുപോലെയാന്നാ പറഞ്ഞേ. അല്ല, ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ആലോചിക്കുക, ജംഷാദ് റിഫയെ തോണ്ടി എന്നുള്ള കാര്യം മെഹനാസ് നിങ്ങളോട് സമ്മതിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞത് റിഫാന്റെ ഫ്രണ്ടാണ് ജംഷാദ്. ജംഷാദ് അവിടെ താമസിക്കുന്നത് മാനുവിന് ഇഷ്ടമല്ല. അപ്പോ ചിലപ്പോ അങ്ങനെ തോണ്ടിയിട്ടും റിഫ മനഃപൂർവ്വം പറയാത്തതായിരിക്കും എന്നാണ് പറഞ്ഞത്. അവൾക്കെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ, എന്തിനിപ്പോ വോയിസ് അയച്ച് ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തത്, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ മെഹനാസിനോട് റിഫ പറഞ്ഞിട്ടുണ്ടല്ലോ? പറഞ്ഞില്ലാന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുന്ന ഒരു റൂമിനകത്ത് ജംഷാദിനെ പോലെയുള്ള ഒരു 3rd person താമസിക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെഹനാസിനെ പോലെ ഒരു ടോക്സിക് മൈൻഡിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല, സ്വാഭാവികമായിട്ട് തോന്നുന്നുള്ളൂ.
സമ്മതിക്കൂല. ഇപ്പൊ ജംഷാദിനെ എന്തുകൊണ്ട് മാനാസ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. റിഫ നിർബന്ധിച്ചിട്ടാ നിർത്തിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സഫ നിർബന്ധിച്ചിരുന്നുവെങ്കിൽ ലല്ലുവിനെ ഇല്ല മാനാസും സഫയും ഒന്നിച്ചു നിൽക്കുമായിരുന്നു. ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു നിർബന്ധത്തിന് വേണ്ടി മാത്രം ജംഷാദിനെ കൂടെ നിർത്തുമെന്ന് സഫ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജംഷാദ് റിഫയെ തോണ്ടി എന്ന് പറഞ്ഞിട്ടും ഭർത്താവായിട്ടുള്ള മെഹനാസ് ജംഷാദിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതേ ജംഷാദ് മാസങ്ങൾക്ക് ശേഷം അന്ന് രാത്രി റൂമിനകത്ത് വഴക്കിട്ടു എന്ന് DYSP അഷ്റഫ് മുമ്പാകെ, താമരശ്ശേരി DYSP അഷ്റഫ് മുമ്പാകെ മൊഴി കൊടുക്കുന്നു. ആ മൊഴിയിൽ ജംഷാദ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, റിഫയും മാനാസും അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് സ്റ്റെപ്പ് വഴി കയറിയിട്ടുള്ള റിഫയും മാനാസും അന്ന് രാത്രി വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് ജംഷാദ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സമ്മതിച്ച കാര്യം ഞങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ മാനാസ് ജംഷാദിനെതിരായി മാറുന്നു. അതുവരെ ജംഷാദിനെ സംരക്ഷിക്കുന്നു, അത് കഴിഞ്ഞ് മാനാസ് ജംഷാദിനെതിരായി മാറുന്നു. സോ എന്തോ മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച്? അങ്ങനെ തോണ്ടിയത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മാനു ജംഷാദിനെതിരല്ലേ നിൽക്കേണ്ടത്. ഒരിക്കലും സപ്പോർട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഒരു വൈഫിനെ ഒരാൾ അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ വിവാദം നടക്കുന്നത് തന്നെ മാനു എത്ര എതിരാ എനിക്ക്, അവളെ വേണ്ട എന്ന് വരെ പറഞ്ഞു. അപ്പൊ ആ ഒരാള് സ്വന്തം ഭാര്യനെ ഒരാൾ തോണ്ടി എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് എന്തായാലും നിൽക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ഞാൻ ഈ ഇന്റർവ്യൂ നടത്തുന്നതടക്കം 4 വർഷക്കാലമായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ, ഒരു കുട്ടിയുടെ, ഞാനടക്കമുള്ള ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഒരു ഉത്തരം ഇനിയെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പ്രവാസ ജീവിതത്തിലേക്ക് റിഫ കടന്നുപോയത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ ജീവിച്ചിരുന്ന, അവൾ അധ്വാനിച്ചിരുന്ന പണം കൊണ്ടായിരുന്നു മെഹനാസ് ജീവിച്ചിരുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രമോഷന്റെ കാര്യത്തിന് പോയതാണ്. അല്ല, ഈ പ്രമോഷൻ ആണെങ്കിൽ പോലും പണിയാണല്ലോ, ജോലിയാണല്ലോ. ഇപ്പൊ PR എന്ന് പറയുന്നത് ഈ പുറം ദൃഷ്ടിയിൽ കാണുന്നത് പോലെയുള്ള ഒരു സാധനമൊന്നുമല്ല. പണിയെടുക്കണം. നിങ്ങളൊരു ഷോപ്പിന്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വേണം. ഈ 2-3 മണിക്കൂർ ഒരു പണിയെടുക്കുകയാണ്. ആക്ച്വലി മാനാസ് എന്തായിരുന്നു ദുബൈയിൽ വെച്ച്, മാനാസിന് എന്തായിരുന്നു ദുബൈയിൽ ജോലി ഉണ്ടായിരുന്നു, എന്താ നിങ്ങളോട് പറഞ്ഞേ? അങ്ങനൊന്നും പറയല്ല. ഒരു ഷോപ്പില് വീഡിയോസ് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്, രണ്ടാളും നിൽക്കുന്ന ഒരു ഷോപ്പില്, അബായ ഷോപ്പ്. അതല്ലാണ്ട് എനിക്കറിയില്ല. അവിടെ മാനാസ് ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. 2 ആൾ വർക്ക് ചെയ്തു എന്നാ പറഞ്ഞത്. ഞാൻ അറിയുന്നത് റിഫ മാത്രമായിരുന്നു ജോലി ചെയ്തിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് രാത്രിയിലെ ആ ഷോപ്പിന്റെ ഭക്ഷണത്തില് മാനാസ് പങ്കെടുക്കേണ്ടതായിരുന്നു. ഷോപ്പിൽ ഇവര് 2 ആൾ നിന്ന്, അതല്ലാതെ ഒരു ഷോപ്പിലല്ല റിഫ ഒറ്റക്ക് നിന്നത്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായേക്കാം. പക്ഷെ അന്ന് രാത്രി മാനാസ് റിഫയുടെ കൂടെ ഇല്ല.